കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല. കുട്ടികളിൽ കാണുന്ന വാശി, ഉറക്കക്കുറവ്, വൈകല്യങ്ങൾ, ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത്. ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ. കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയാട്രീഷ്യന്റെ സേവനം ലഭ്യമാണ്. കൂടാതെ ഓർത്തോ, സ്കിൻ, ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി, ENT, ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും. ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ, അഫിലിയേറ്റ് PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ബസ് സ്റ്റാൻഡിന് സമീപം, മെയിൻ റോഡ്, ചേലക്കര. ഫോൺ 8714852375 9747252375. ചെറുതുരുത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പഞ്ചകർമ്മ ആശുപത്രി സ്ഥിതി ചെയ്യുന്ന ഭൂമിയുടെ പാട്ടനിരക്ക് 25 വർഷത്തേക്ക് കൂടി പുതുക്കി നൽകുവാൻ ഗവൺമെന്റ് തീരുമാനിച്ചതായി UR പ്രദീപ് MLA അറിയിച്ചു. 100 രൂപ എന്ന പാട്ടനിരക്ക് വർദ്ധിപ്പിച്ച നടപടി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് MLA മന്ത്രിമാർക്ക് കത്ത് നൽകിയതിനെ തുടർന്നാണ് കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ആശുപത്രിയുടെ പാട്ടനിരക്ക് കുറച്ചുകൊണ്ട് തീരുമാനമായത്. ചേലക്കരയിൽ ചെറുതുരുത്തിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചകർമ്മ ഹോസ്പിറ്റൽ 1971 അതിൻ്റെ സ്ഥാപനം വന്ന ശേഷം വളരെ പാവപ്പെട്ട ആളുകൾക്കും അതുപോലെ തന്നെ മുതിർന്ന പൗരന്മാർക്കും വേണ്ടി ഉള്ള മികച്ച സേവനം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ആയുർവേദ സ്ഥാപനമാണ് പഞ്ചകർമ്മ ഹോസ്പിറ്റൽ. മുതിർന്ന പൗരന്മാർക്ക് 40% കിഴിവോടുകൂടിയും വളരെ താഴെ തട്ടിലുള്ള പാവപ്പെട്ട ആളുകൾക്ക് സൗജന്യ ചികിത്സയും കൊടുത്തുകൊണ്ടിരിക്കുന്നു. മറ്റല്ലാത്ത ആളുകൾക്ക് ചെറിയ ഫീസ് ഈടാക്കിക്കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. സ്ഥാപനം കഴിഞ്ഞ ദിവസം അതിൻ്റെ മേധാവികൾ MLA ഓഫീസിൽ വരികയുണ്ടായി. ഇപ്പോൾ ഈ പാട്ടക്കരാർ വ്യവസ്ഥ കേരളത്തിൽ മാറ്റം വന്ന ശേഷം ആ വ്യവസ്ഥ അനുസരിച്ച് എല്ലാ നിലവിൽ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇതുപോലത്തെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അത്തരം സ്ഥാപനങ്ങളെല്ലാം ചെറിയ പാട്ട വിലയ്ക്കാണ് നേരത്തെ കൊടുത്തു വന്നിരുന്നത്. അതിന്ന് ഇപ്പോൾ പുതിയ പാട്ടക്കരാർ വ്യവസ്ഥ അനുസരിച്ച് അതിൻ്റെ മാറ്റം വന്നപ്പോൾ ഭീമമായ ഒരു സംഖ്യ 50,30,000 വരുന്ന ഒരു സംഖ്യയാണ് ഒരു കൊല്ലം പ്രതിവർഷം വന്നത്. അപ്പോൾ അത് ഒരു കാരണവശാലും കൊടുക്കാൻ കഴിയില്ല. ഈ സ്ഥാപനം ഇവിടുന്ന് പൂട്ടിപ്പോകാന്നല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല എന്ന അർത്ഥത്തിൽ MLA ഓഫീസിൽ വന്നപ്പോൾ അതിൽ വേഗത്തിൽ അത് ഇടപെട്ടു. അവരുടെ കത്തും പിന്നെ കുറേ ഇതിൻ്റെ ഗുണഭോക്താക്കളുടെയും കത്തും ഇതെല്ലാം വെച്ച് MLA കത്ത് വെച്ച് ധനമന്ത്രിക്കും അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിക്കും ഇത് കൊടുക്കേണ്ടായി. കഴിഞ്ഞ നിയമസഭ നടക്കുന്ന സമയത്താണ് അത് ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ ഇരുന്ന് ധനമന്ത്രിയോട് നേരിട്ട് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് വരുത്തി വെച്ച് നോക്കുമ്പോൾ ഈ പാട്ടക്കരാർ പുതിയ വ്യവസ്ഥ അനുസരിച്ച് നമ്മുടെ വ്യത്യസ്തമായ സ്ഥാപനങ്ങളിൽ മാറ്റം വന്നതിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടപ്പോൾ ഇവിടുന്ന് പോയ റിപ്പോർട്ട് അനുസരിച്ച് അത് എയ്ഡഡ് സ്ഥാപനമാണ് എന്ന നിലയ്ക്കാണ്, എയ്ഡഡ് സ്ഥാപനത്തിൽ അത് കൊടുക്കാൻ ശേഷിയുണ്ട് എന്ന നിലയ്ക്കാണ് ഇവിടുത്തെ വില്ലേജ് റവന്യൂ ഉദ്യോഗസ്ഥർ കൊടുത്ത ഏതോ അന്വേഷണത്തിൽ കണ്ടെത്തിയ തെറ്റായ വിവരമാണത്. അങ്ങനെ പോയി കാണണത്. അപ്പോൾ ഞാൻ വീണ്ടും അതിൽ ഇടപെട്ടു. അത് എയ്ഡഡ് സ്ഥാപനമല്ല, കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണ്. നമ്മൾ സൗകര്യം ചെയ്തിട്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് എന്ന് വെച്ചപ്പോൾ ഇതുപോലെ സൗകര്യം ഒരു ഹോമിയോ ഹോസ്പിറ്റൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കോട്ടയത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഇതേപോലെ ഒരു മാറ്റം വന്നപ്പോൾ അതിൽ ഇടപെട്ട് ഗവൺമെൻറ് കുറച്ച് കൊടുക്കാൻ. അപ്പോൾ അതേപോലെ ഇതിനും ചെയ്തു തരാം, ഒരു കുഴപ്പമില്ല, അതൊരു റിപ്പോർട്ട് കൃത്യമായി വന്ന ശേഷമാണ് ഇത് വെക്കാൻ കഴിയുള്ളൂ എന്ന് എന്നോട് പറയേണ്ടായി ധനമന്ത്രി. അപ്പോൾ അതിനുശേഷം വീണ്ടും അതിൻ്റെ പുറകിൽ എൻ്റെ ഓഫീസ് വളരെ കൃത്യമായി അതിൻ്റെ പുറകിൽ നിന്നപ്പോൾ എൻ്റെ ഓഫീസ് പറഞ്ഞ് MLA ഓഫീസ് അതിൻ്റെ പുറകിൽ നിന്നപ്പോൾ അപ്പോൾ അതിൻ്റെ ഓരോ നീക്കങ്ങളും അപ്പോൾ ആ റിപ്പോർട്ട് തിരുത്തി വാങ്ങിച്ച് കൊടുത്തപ്പോൾ 17/7 നടന്ന മന്ത്രിസഭാ യോഗത്തിൽ ഈ പാട്ടക്കരാർ വ്യവസ്ഥയിൽ ഇതിൻ്റെ ഇത്തരം സ്ഥാപനങ്ങൾ തെറ്റായ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ വന്നത് വീണ്ടും 100 രൂപ നിരക്കിൽ അതിനെ മാറ്റി മന്ത്രിസഭ തീരുമാനം ഉത്തരവായിട്ടുണ്ട്. അപ്പോൾ വലിയ സന്തോഷമാണ്. ഈ വിവരം അവരെ വിളിച്ച് അറിയിച്ചപ്പോൾ സ്ഥാപനം ഒരിക്കലും പോകരുത്, സർക്കാരിന് പോലും അതായത് ഇതിങ്ങനെ വേണം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്ന ഉദ്ദേശം വെച്ചിട്ടല്ല. പൊതുവേ പാട്ടക്കരാർ വ്യവസായം മാറ്റം പുനഃപരിശോധിക്കുമ്പോൾ ഇവിടെ കിട്ടിയ റിപ്പോർട്ട് വെച്ചിട്ടാണ് അത് മാറിപ്പോയത്. സർക്കാർ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഉടനെ അത് മാറ്റി തരാൻ വേണ്ടി ഏർപ്പാടായിട്ട് സർക്കാർ നല്ല സഹകരണം തന്നെയാണ് അത് ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്.